നമസ്കാരം. പതുക്കെയാണെങ്കിലും ഒരുപാട് പേര് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? 2025-ലെയും 2024-ലെയും ഒക്കെ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമാണ്. മാത്രമല്ല 2026-ൽ അത് വലിയ തോതിൽ കൂടിയിട്ടുമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ പെട്രോളിന്റെ വില കൂടുതൽ കൊണ്ട് മാത്രമല്ല ആളുകൾ ഇപ്പം EV-യിലേക്ക് മാറുന്നത്. നല്ല ബ്രാൻഡ് ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്കിപ്പം വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയാണ് അവരിപ്പം ഇറക്കുന്നതും. 2026 മെയ് മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ടോപ്പ് 10-ന് പുറമെ പ്രധാനപ്പെട്ട ചില വണ്ടികളുടെ റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,70,535 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് 2026 മെയ് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മന്ത് ഓൺ മന്ത് സെയിൽസ്, അതായത് ഇത് ഏപ്രിൽ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 8.3% തെറ്റില്ലാത്ത വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസ്, അതായത് കഴിഞ്ഞ വർഷം മെയ് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 62% മികച്ച വളർച്ചയും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. സിമ്പിൾ 1 ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 9ാം സ്ഥാനത്തായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 1252 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ 1-ന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1297 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 3.5% ചെറിയൊരു വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 234% വളരെ മികച്ച വളർച്ചയാണ് സിമ്പിൾ 1 കൈവരിച്ചിരിക്കുന്നത്. 0.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ബൗൺസ് ഇൻഫിനിറ്റി ഒരു പടി മുകളിലേക്ക് കയറി ഇത്തവണത്തെ വിൽപ്പനയിൽ 9ാം സ്ഥാനത്താണുള്ളത്. ഏപ്രിൽ മാസത്തിൽ 1077 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബൗൺസ് ഇൻഫിനിറ്റിക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1346 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 24% വളർച്ച കൈവരിക്കാൻ ബൗൺസിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 163% വളരെ മികച്ച വളർച്ചയും അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 0.7% ഇവരുടെയും മാർക്കറ്റ് ഷെയർ. ബിഗോസ് ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 3229 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3296 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 2% ചെറിയൊരു വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 205% വളരെ മികച്ച വളർച്ചയാണ് ബിഗോസ് കൈവരിച്ചിരിക്കുന്നത്. 1.9% ഇവരുടെ മാർക്കറ്റ് ഷെയർ. റിവർ മൊബിലിറ്റിയാണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 3688 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവർ മൊബിലിറ്റിക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3713 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 0.6% വളരെ ചെറിയൊരു വളർച്ച മാത്രമാണ് കൈവരിക്കാൻ സാധിച്ചത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 366% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവർ മൊബിലിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 2.1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. റിവർ മൊബിലിറ്റിക്ക് ഇനിയൊരു പടി മുകളിലേക്ക് കയറണമെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് അധ്വാനിക്കേണ്ടി വരും. കാരണം ഇനി അങ്ങോട്ടുള്ള കമ്പനികളുടെ വിൽപ്പന റിവറിന്റെ വിൽപ്പനയേക്കാൾ ഇരട്ടിയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. ഗ്രീവ്സ് ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും പിന്നെ ഒരുപാട് കാലമായിട്ട് ഇവർ 6ാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. ഇടയ്ക്ക് ഒരു തവണ ഓല ഒന്ന് ഡൗൺ ആയ സമയത്ത് ഇവർ 5ാം സ്ഥാനത്തുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 7009 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 7693 യൂണിറ്റ്സ് ആണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 9.7% വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 78% മികച്ച വളർച്ചയും ഗ്രീവ്സിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 4.5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഓലയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. 1ാം സ്ഥാനത്ത് നിന്നും ഒറ്റയടിക്ക് താഴോട്ട് വീണ ഓല അതുപോലെ തന്നെ ഇല്ലാതായി പോകുമെന്ന് പലരും കരുതിയിരുന്നെങ്കിലും അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ അവരും തയ്യാറല്ലെന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 2 മാസത്തെ വിൽപ്പന നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പതുക്കെയാണെങ്കിലും ഓലയുടെ വിൽപ്പന കൂടിക്കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ എല്ലാ കമ്പനികളും താഴോട്ട് പോയ സമയത്ത് ഓലയുടെ വിൽപ്പനയുടെ ഗ്രാഫ് മാത്രമായിരുന്നു ഉയർന്നു നിന്നിരുന്നത്. ഏപ്രിൽ മാസത്തിൽ 12327 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് മെയ് മാസത്തിൽ 15139 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 22.8% വളർച്ച കൈവരിക്കാൻ ഓലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 20% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. 8.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഹീറോ മോട്ടോകോർപ്പ് വിടയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 15904 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് മെയ് മാസത്തിൽ 19052 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 19% വളർച്ച കൈവരിക്കാൻ വിടയ്ക്ക് സാധിച്ചു. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 158% വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. 11% ഹീറോ മോട്ടോകോർപ്പ് വിടയുടെ മാർക്കറ്റ് ഷെയർ. ഏഥർ ആണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു.
ഏപ്രിൽ മാസത്തിൽ 28,459 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് പക്ഷേ മെയ് മാസത്തിൽ 28,190 യൂണിറ്റ്സ് മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 0.9% ചെറിയൊരു ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 100% മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. 16% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏഥറിന്റെ ഏറ്റവും പുതിയ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാനിരിക്കുന്ന വണ്ടികൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ഏത്തർ എനർജീസ് വിൽപ്പനയിൽ 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം. ബജാജ് ചേതക്കാണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 34,555 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതക്കിന് മെയ് മാസത്തിൽ 39,105 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 13% വളർച്ചയാണ് ബജാജ് ചേതക് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 73% മികച്ച വളർച്ചയും ചേതക്കിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 22% ഇവരുടെ മാർക്കറ്റ് ഷെയർ. TVS ഒരുപാട് മാസങ്ങളായിട്ട് 1ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. ഏപ്രിൽ മാസത്തിൽ 40,177 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച TVSന് മെയ് മാസത്തിൽ 42,443 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 5.6% വളർച്ച കൈവരിക്കാൻ TVSന് സാധിച്ചു. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 64% മികച്ച വളർച്ചയും TVSന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 24% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ. ടോപ്പ് 10 ലിസ്റ്റിൽ പെടാത്ത പ്രധാനപ്പെട്ട ചില EV 2 വീലറുകളുടെ ലിസ്റ്റ് കൂടി നമുക്ക് നോക്കാം. ഏപ്രിൽ മാസത്തിൽ 958 യൂണിറ്റ്സ് വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 740 യൂണിറ്റ്സ് മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 22% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. ഓപ്പൻ റോർ ഏപ്രിൽ മാസത്തിൽ 589 യൂണിറ്റ്സും മെയ് മാസത്തിൽ 404 യൂണിറ്റ്സും മാത്രമാണ് വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 31% ഇടിവാണ് ഇവർ നേരിട്ടിരിക്കുന്നത്. അൾട്രാവയലറ്റ് ഏപ്രിൽ മാസത്തിൽ 381 യൂണിറ്റ്സും മെയ് മാസത്തിൽ 380 യൂണിറ്റ്സുമാണ് വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ ഗ്രോത്ത് ഒന്നുമില്ല. ഹോണ്ട ആക്ടിവ ഇലക്ട്രിക് ഏപ്രിൽ മാസത്തിൽ 402 യൂണിറ്റ്സും മെയ് മാസത്തിൽ 519 യൂണിറ്റ്സുമാണ് വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 29% വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ സുസുക്കി ആക്സസ് ഏപ്രിൽ മാസത്തിൽ 290 യൂണിറ്റ്സും മെയ് മാസത്തിൽ 348 യൂണിറ്റ്സുമാണ് വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 20% വളർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. യമഹ ഏപ്രിൽ മാസത്തിൽ 105 യൂണിറ്റ്സും മെയ് മാസത്തിൽ 133 യൂണിറ്റ്സുമാണ് വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 27% വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. BMW ഏപ്രിൽ മാസത്തിൽ 26 യൂണിറ്റ്സും മെയ് മാസത്തിൽ വെറും 5 യൂണിറ്റ്സുമാണ് വിൽപ്പന നടത്തിയത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 80% വളരെ വലിയൊരു ഇടിവാണ് BMW നേരിട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ട ഡാറ്റാസ് മുഴുവനും എടുത്തിരിക്കുന്നത് വാഹൻ എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഒരാഴ്ച ഇവരിതിൽ ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റുകൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഡാറ്റയിൽ വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.